എന്റെ ചോര തിളയ്ക്കുന്നു ഇതൊക്കെ കണ്ടിട്ട്. ഇമാതിരി ഭക്ഷണ പ്രകൃതി വിചാരണ ഞാൻ വെച്ചുറപ്പിക്കാത്തതാണ്. പക്ഷെ എന്തോ എനിക്ക് ഇതിനോടൊരു പ്രിയം അങ്ങോട്ട് തോന്നി. ബിയറും പഴംപൊരിയും ബച്ചനും ഹേമ മാലിന്യം പോലുള്ള കെമിസ്ട്രി പങ്കുവയ്ക്കുന്നുണ്ടെന്ന സത്യം ഞാൻ ഇപ്പോഴാണ് മനസ്സിലാക്കിയത്. പഴംപൊരിക്ക് ഇത്ര പരിഷ്കാരം വേണമോ എന്ന ചോദ്യം ഇവിടെ നിർത്തിക്കൊണ്ട് ഞാൻ ഒന്ന് ചോദിക്കട്ടെ, ഇത് കഴിച്ചാൽ പിടുത്താവോ? ബിയറിന് വരെ ആൽക്കഹോളിന്റെ ആണ്ടവൻ അപ്സിൻ തൊഴിച്ചുണ്ടാക്കി നോക്കിയല്ല അടിച്ച് പിടുത്തോയി അലമാരക്കകത്ത് കയറിയിരിക്കും. അവസാനം കൊച്ചിലെ അമ്മ ചന്തിക്ക് ചൂരലിൽ അടിക്കാത്ത പിള്ളേരാണ് വലുതാകുമ്പോൾ ഇങ്ങനത്തെ സാധനമൊക്കെ ഉണ്ടാക്കി പഠിക്കണം. ഇതിപ്പോ ഈ ചേച്ചി ഇവിടെ നിന്ന് ഒറ്റയടിക്ക് വോഡ്ക ആലു പൊറാത്ത ഉണ്ടായി കളഞ്ഞ് തറയിലൂടെ ഇഴഞ്ഞു പോയ അരണ ഇതിന്റെ അരക്കഷ്ണം താഴെ വീണത് എടുത്ത് കഴിച്ച് ഇപ്പൊ പറന്നാണ് പോയ ആകാശത്തൂടെ. ഒരു മിനിറ്റ് ചേച്ചി നില്ലേ, ഞാൻ എന്നോട് തൊട്ടുകൂട്ടി കഴിക്കാൻ ഉപ്പിലിട്ട സൈനൈഡും പൊളിച്ച പോയിസനും കൂടെ കൊണ്ടുതരാം. മരപ്പാഴിലെ ദാരിദ്ര്യമേ അതെടുത്ത് ഒഴിച്ചേക്കണ കുടുംബം കത്തിപ്പോ അവസാനം എല്ലാം കൂടി. ഇതിപ്പോ ഇയാളാണ് ഇതെല്ലാം എവിടെന്നേലും എർത്തിലോട്ട് ഇറക്കണം. ഇങ്ങനെയാണെങ്കിൽ ഇത് ഉണ്ടാക്കിയ പഞ്ചായത്ത് മൊത്തം കൊടുത്തു. അത് കണ്ട് തമിഴന്മാർ ഇത് തോണ്ടി തട്ടേടയിൽ വരെ കച്ചവടം തുടങ്ങിയതാണ് തോന്നണം. വെളിച്ചെണ്ണയുടെ വിഷമത്തെ വിളിച്ചോതിക്കൊണ്ട് വിരലിട്ട് ചായ കുടിക്കാൻ, പഴം പൊരി ഉണ്ടാക്കാൻ, ബീർ വാങ്ങാൻ ഞാനും പോയി വരട്ടെ. ബൈ. അമ്മച്ചി അറിഞ്ഞു കൊന്നില്ലെങ്കിൽ